ക്രിസ്തുരാജ ഇടവകയിലെ ഈ കൂട്ടായ്മ ആഘോഷത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കാര്യച്ചൻ ഫ്രാങ്കോ അച്ഛൻ, ഇവിടെയുള്ള കോൺവെൻറ്റിൻ്റെ സുപ്പീരിയറായിട്ടുള്ള സിസ്റ്റർ ലിസ്ബി മഹിമ, ഈ ഇടവകയുടെ ഇപ്പോഴത്തെ കൈക്കാരന്മാർ, വിവിധ സംഘടനകളുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, ഞാൻ ഈ തൃശ്ശൂരൊക്കെ വന്നിട്ട് ഏതാണ്ട് 10 വർഷമായി. വന്ന കാലം ആദ്യമായിട്ട് വേലൂരിൽ നിന്ന് പുറത്തൊരു പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കാൻ വരുന്നത് മുണ്ടത്തിക്കോട് പള്ളിയിലാണെന്ന് ഞാൻ ഓർക്കുന്നു. അന്നൊരു ജോയ്സൺ അച്ഛനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, പഴയ പള്ളിയിൽ, ചെറിയ ക്രിസ്തുരാജൻ്റെ ഇടവകയിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു 10 വർഷം അല്ലെങ്കിൽ 9 വർഷത്തെ ക്രിസ്തുരാജ സമൂഹത്തിൻ്റെ വളർച്ചയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു ദേവാലയം മാത്രമല്ല, ഈ ഇടവക ഹാള് അല്ലെങ്കിൽ ഈ പാരിഷ് ഹാള് മാത്രമല്ല, പള്ളിമേട മാത്രമല്ല, അതിനപ്പുറമായിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ, കൂട്ടായ്മയിൽ, സഹകരണത്തിൽ വളരുന്ന, ജീവിക്കുന്ന ഒരു ഇടവക സമൂഹം, ഇടവക ജനം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാന്നിധ്യം നയിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഏറ്റെടുക്കുവാനായിട്ട് ഇവിടെ ഫ്രാങ്കോ അച്ഛൻ എത്തിയിരിക്കുന്ന ഈ നാട്ടുകാരൻ തന്നെ. മുണ്ടത്തിക്കോട് ഇടവകയെപ്പറ്റി ഓർക്കുമ്പോൾ ഇവിടെ എല്ലാം ഉള്ള ചില കുടുംബങ്ങളിലൊക്കെ എനിക്ക് സന്ദർശിക്കാനിട വന്നിട്ടുണ്ട്. ഞാൻ അതിശയത്തോടെ കണ്ടു നിന്നത് ഇവിടെ നമ്മുടെ പള്ളി പണിയുന്ന സമയത്തുള്ള നിങ്ങളുടെ ഒരുമിച്ചുള്ള ഒത്തൊരുമയായിരുന്നു. രാവിലെ മുതൽ പണിയെടുക്കുന്നവരുണ്ട്, വൈകുന്നേരം പണിയെടുക്കുന്നവരുണ്ട്, ഉച്ചയ്ക്ക് വന്ന് അതിൽ പങ്കുചേരുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ആരാധനാ കേന്ദ്രം അത് വളർന്നു വരുവാൻ വേണ്ടി അവിടെ ഒരു ചെറിയ ചാപ്പൽ പോലെ ഉണ്ടാക്കി നിത്യം പ്രാർത്ഥനയുണ്ട്. അങ്ങനെ നമ്മളുടെ ഒരു ആരാധനാ കേന്ദ്രം നമ്മൾ തന്നെ അധ്വാനിച്ച്, നമ്മൾ തന്നെ വിയർപ്പൊഴുക്കി ഇവിടെ പണി തീർന്നപ്പോൾ അവിടെ ക്രിസ്തുരാജൻ ജനിക്കുകയായിരുന്നു, ഭരിക്കുകയാണ്. ക്രിസ്തുരാജൻ്റെ നേതൃത്വം ഈ സമൂഹത്തിൽ ഇടവകയിലുണ്ട് എന്നെനിക്ക് മനസ്സിലായി. സ്നേഹാലയത്തിലും ഞാൻ പോകാറുണ്ട്, അവിടെയും എനിക്ക് പരിചയമുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കേന്ദ്രങ്ങളും എനിക്കറിയാം, സ്കൂളും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഈ ഇടവക എത്തി നിർത്തിയിരിക്കുന്നത് ഒരു ജൂബിലി വർഷത്തിലാണ്. 50 വർഷമാകുകയാണ്. ദൈവത്തോട്, മനുഷ്യരോട്, നമ്മുടെ കാരണവന്മാരോട് ഒക്കെ നന്ദിപൂർവ്വം ഓർക്കാനും നന്ദി പറയാണ്ടേയുമായിട്ടുള്ളൊരു സമയമാണ്. ഓരോ ആഘോഷവേളകളും എന്ന് നമ്മളെ ഓർപ്പിക്കുന്ന സമയമാണിത്. ജൂബിലിയെപ്പറ്റിയെല്ലാം നിങ്ങൾക്ക് പല രീതിയിൽ പലതവണ പലരും സംസാരിച്ചിട്ടുണ്ടാകും. ജൂബിലി വർഷത്തെക്കുറിച്ച്, പഴയ നിയമത്തിലെ ജൂബിലിയെപ്പറ്റിയെല്ലാം ലെവിറ്റിക്കസിൻ്റെ അല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് ഈ ജൂബിലി ആഘോഷത്തിൻ്റെ സ്പിരിറ്റ്, അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. എന്തിനാണ് ജൂബിലി ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആഘോഷിക്കേണ്ടത്? ജൂബിലി ആഘോഷം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമാണ്, കൂട്ടായ്മയുടെ ആഘോഷമാണ്. അവിടെ അടിമത്തമില്ല, ചേരിതിരിവില്ല, വിഭാഗീയതകളില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷവും സ്വാതന്ത്ര്യവും കൂട്ടായ്മയും അനുഭവിക്കുന്ന സമയമാണ് ജൂബിലി. കാഹളം മുഴക്കിക്കൊണ്ടാണ് അത് ഇസ്രായേൽക്കാർ ആ ജൂബിലി ആഘോഷിച്ചത്. 49-50 വർഷത്തിലേക്ക് കഴിയുമ്പോൾ, ഇത് ജൂബിലി വർഷമാകുമ്പോൾ ആ ഒരു ചൈതന്യം, ആ ഒരു തീഷ്ണത, ആ ഒരു ജീവൻ നമ്മളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ഈ ഇടവകയിലും നിറയട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നത്, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഏതാണ്ട് 400ഓളം കുടുംബങ്ങളുള്ള ഒരു ഇടവക, അത് നല്ല ഇടവകയാണ്. കൂടുതൽ എണ്ണം കൂടിയാൽ ഇടവകക്കാരെ തിരിച്ചറിയാൻ പോലും വികാരിയച്ഛന്മാർക്ക് സാധിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഇടവകയിലുള്ള ഈ 400 അല്ലെ 350 കുടുംബങ്ങളെയും മനസ്സിലാക്കുവാനും
നിങ്ങളോടൊപ്പം സഞ്ചരിക്കുവാനും ഇവിടുത്തെ ഇടവക നേതൃത്വത്തിനും വികാരിയച്ഛനും കൈക്കാരന്മാർക്കുമൊക്കെ സാധിക്കും എന്നതും നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. പരിശുദ്ധ പിതാവ് ഒരു ഇടവക എന്തായിരിക്കണം, ഒരു കുടുംബം എന്തായിരിക്കണമെന്ന് 2022 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടവകകൾ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും സേവനത്തിൻ്റെയും സാക്ഷ്യങ്ങളാകണം. ഒന്നുകൂടി പറയാം, നമ്മുടെ ഇടവകകൾ, നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വസ്തതയുടെയും സേവനത്തിൻ്റെയും സാക്ഷ്യങ്ങളായി തീരണം. സാക്ഷ്യങ്ങളായിട്ട് തീരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വായിച്ച് കേട്ടപ്പോൾ മനസ്സിലായത്. എവിടെയൊക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ ഒരുമിച്ച് ചേരുന്നു, എവിടെയൊക്കെ വിശ്വാസപൂർവ്വം വിശ്വസ്തയോടെ നമ്മുടെ കുടുംബങ്ങളിലും ഇടവകയിലും പ്രവർത്തിക്കുന്നു, നമ്മുടെ സമൂഹത്തിലായിരിക്കുന്നു, എവിടെയൊക്കെ നമ്മുടെ മനസ്സ് നമ്മളെ മറന്ന് അന്യരിലേക്ക് സേവനത്തിൻ്റെ കൈകൾ നീട്ടുന്നു, അത് CLCയിലൂടെയാകാം, സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിലൂടെയാകാം, നമ്മുടെ തന്നെ ഇടവകയിലൂടെയാകാം. എവിടെയൊക്കെ ഇടവക ജനങ്ങൾ സംതൃപ്തരായി കഴിയുന്നു, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആ അരൂപിയിൽ ഒന്നിനും കുറവില്ലാത്ത ഒരവസ്ഥ, അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു ഇടവക ഒരു കുടുംബമായി തീരുന്നത്, ഇടവകയായി തീരുക എന്നോർക്കുക. നമ്മളുടെ ഇടവകകളെക്കുറിച്ച് അല്ല ഇടവകയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം എന്താണ്? എൻ്റെ ഇടവക എന്തായിരിക്കണമെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ഒന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. ഞാനിതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു. എൻ്റെ ഇടവക ഞാൻ പാലക്കാരനാണ്, കോട്ടയം ജില്ല. എങ്കിലും അവിടെ ജനിച്ചു വളർന്നവെന്ന നിലയിൽ എൻ്റെ ഇടവകയെപ്പറ്റി ഓർക്കുമ്പോൾ ഒത്തിരി നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നല്ല ഓർമ്മകൾ ഉണ്ടാകണം ഇടവകയെക്കുറിച്ച്. എന്തായിരിക്കണം എൻ്റെ ഇടവക? ഇടവക എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ആത്മീയ പരിശീലന കേന്ദ്രം തന്നെ ആകരുത്. അല്ലതാനും കൂദാശകൾ പരികർമ്മം ചെയ്യുകയും അനുദിനം ദിവ്യബലിയിൽ പങ്കുചേരുകയും വിശ്വാസ പരിശീലനം നടത്തുകയും ചെയ്യുന്ന അവസരങ്ങൾ ഇടവകയിലുണ്ട്. എന്നാൽ അതിനപ്പുറം നമുക്ക് ഒന്ന് വിശാലമായിട്ട് നമ്മളുടെ ഇടവകയെ കാണാൻ സാധിക്കണം. ഓരോ ഇടവകയും ആ പ്രദേശത്തുള്ളവർക്ക് ഒരു നക്ഷത്ര വിളക്ക് പോലെ ആയിത്തീരണം, പ്രകാശം പരത്തുന്ന ഒരു കേന്ദ്രമായി തീരണം. അവിടെ ആർക്കും കടന്നു വരാൻ സാധ്യമാകണം. ആ ഇടവകയുടെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കണം. അവിടെയുള്ള ആ വികാരിയച്ഛൻ അല്ലെങ്കിൽ ആ ഇടവകയുടെ അധിപനായിട്ട് കുടുംബനാഥനായിട്ടിരിക്കുന്ന ആളുകൾ ജാതി മതഭേദമന്യേ എല്ലാവരെയും മക്കളെ പോലെ സ്വീകരിക്കുവാനായിട്ട് ഹൃദയം തുറന്ന് ജീവിക്കുന്നവരായിരിക്കണം. അവിടെയുള്ള യുവാക്കൾക്ക് സ്വപ്നങ്ങളുണ്ടായിരിക്കണം. അവിടെയുള്ള കുട്ടികൾ തുള്ളിച്ചാടി ഇവിടെ നടക്കണം. കുട്ടികൾക്ക് കളിക്കുവാനായിട്ട് അവരുടെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകൾ ആത്മീയ മേഖലകളോടൊപ്പം പരിപോഷിപ്പിക്കുവാൻ ഒരുപക്ഷെ ഈ കൂട്ടായ്മ ഈ ആഘോഷം അതിനൊക്കെയുള്ള അവസരങ്ങളായിട്ട് അച്ഛൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ ചിന്തിക്കുവാനും അവതരിപ്പിക്കുവാനും അതിൽ അഭിമാനം കൊള്ളുവാനുമുള്ള അവസരങ്ങളായിട്ട് നമ്മുടെ ഇടവക കൂട്ടായ്മകൾ തീരണമെന്നുള്ളതാണ്. യുവാക്കളാണെങ്കിൽ ഇന്ന് പലപ്പോഴും പറയും യുവാക്കൾ ഇടവകയിലേക്ക് കാണുന്നില്ല, പള്ളിയിൽ വരുന്നില്ല. എന്തുകൊണ്ട്? അവർക്കും ഇവിടെ ഒരു ഇടമുണ്ടാക്കി കൊടുക്കണം. കൈക്കാരന്മാരും ഇടവകയിലെ ഭാരവാഹികളുമൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഇടവകകളിലൊക്കെ ഫുട്ബോള്, വോളിബോള് ഇങ്ങനെയുള്ള കായിക വിനോദങ്ങൾ നടത്താനുള്ള ഒരു സ്ഥലവും അതിനകത്ത് വികാരിയച്ഛനുമൊക്കെ പങ്കുചേർന്ന് ബാഡ്മിൻ്റൺ കളിക്കുക. അപ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും യുവജനങ്ങൾ അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് കുറച്ച് സമയം ചിലവഴിക്കുക, അവിടെ ഇടവക കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ ഇടവക ജനങ്ങൾക്ക് യുവജനങ്ങൾക്ക് ഇപ്പം എല്ലാവരും പുറത്തോട്ടല്ലേ കണ്ണ്. അവിടെ മാത്രമല്ല, ഇവിടെയും നമുക്ക് തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാമോ? മുണ്ടത്തിക്കോട് മാത്രമല്ല ഉദ്ദേശിച്ചത്. പക്ഷേ മുണ്ടത്തിക്കോട് ഇങ്ങനെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് ചില തൊഴിൽ സംരംഭങ്ങൾക്ക് സാധ്യമാകും എന്ന് മുന്നോട്ട് ആശയങ്ങൾ വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ ഇടവക സജീവമായി തീരുക. ഇവിടെ മുതിർന്നവരുണ്ടല്ലോ, അവർ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീഡികത്തിണ്ണയിലും ഒതുങ്ങിക്കൂടാതെ ഈ പള്ളിയിൽ വരുന്നതിനും ചില വിനോദങ്ങളിൽ പങ്കുചേരുന്നതിനും അതിനുപ്പുറമായിട്ട്
ചില സാമൂഹിക സാംസ്കാരിക മതകാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിനുള്ള വേദിയായി തീരുക, ചർച്ചകൾ നടത്താനുള്ള അവസരമായി തീരുക. അപ്പോഴാണ് നമ്മുടെ ഇടവക എവിടെയാണ്, നീ ഏതിടവക്കാരനാണ്, ഞാൻ മുണ്ടത്തിക്കോടാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുക. ക്രിസ്തുരാജൻ അവിടെയാണ് നമ്മൾ ക്രിസ്തുരാജന് സാക്ഷ്യമാകാൻ പോകുന്നത്. വ്യത്യസ്തതകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, ചിലർ നേട്ടങ്ങളുള്ളവരുണ്ടാകാം, കോട്ടങ്ങളുള്ളവരുണ്ടാകാം. പക്ഷേ അതിനപ്പുറമായിട്ട് ക്രിസ്തുരാജൻ്റെ കീഴിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന ബോധ്യത്തിൽ ആ ഒരുമയും ആ ഒരു ഉത്തരവാദിത്വവും വളരുമ്പോഴാണ് ഇടവക വളരുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ വർഷം നമ്മുടെ മാത്രം ജൂബിലി അല്ല, നമ്മുടെ തിരുസഭയുടെ ജൂബിലിയുമാണല്ലോ. നിങ്ങൾക്കറിയാം, പരിശുദ്ധ പിതാവ് ജൂബിലി വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. 2025 മഹാജൂബിലിയാണ്. ആ ജൂബിലിയുടെ വിഷയം നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരണമെന്നാണ്. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. എങ്ങനെ നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പ്രതീക്ഷ കൊടുക്കാം, പോസിറ്റീവായിട്ട് നമുക്ക് ജീവിതത്തെ കണ്ട് മറ്റുള്ളവരോട് അവർക്ക് പ്രത്യാശ കൊടുക്കാൻ സാധിക്കണം. കുറ്റങ്ങൾ, കുറവുകൾ കാണാനും പറയാനും എളുപ്പമാണ്. അതിനപ്പുറമായിട്ട് നല്ലത് കാണാൻ, നല്ലത് പറയാൻ, നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നാൽ അതാണ് നമ്മളുടെ ഇടവക ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായി തീരുക. ഇന്ന് 28-ാം തീയതി എല്ലാ പ്രകാരത്തിലും കുഞ്ഞിപ്പൈതങ്ങളുടെ ദിനം, ക്രിസ്മസ് കാലമാണ്, ഉണ്ണിയെ ഓർക്കുന്ന സമയം. ഈ അവസരത്തിൽ ഞാനൊരു ജപ്പാനിൽ ടോക്കിയോയിൽ നടന്ന ഈ ഉണ്ണിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. അവിടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് യോഹന്നാൻ 3:16 എന്നാണ്. ജോൺ 3:16. എന്താണ് യോഹന്നാൻ 3:16? ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, അമ്മമാർക്കറിയാം. 3:16 വചനം എന്താണ്? അവനിൽ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനത്തിൻ്റെ പേരിൽ ഒരു സംഘടനയുണ്ട് ഇന്നും ടോക്കിയോയിൽ, ജപ്പാനിൽ. ആ സംഘടനയുടെ പ്രവർത്തനം ഈ ഒരു വചനത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുക, ജീവിക്കുക, സഹായിക്കുക ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് ജോൺ 3:16. ആ ഓർഗനൈസേഷനിൽ, സംഘടനയിലുള്ളവരുടെ എല്ലാം പേര്, അവർക്കെല്ലാം പേരുണ്ടെങ്കിലും അവരറിയപ്പെടുന്ന ബ്രാൻഡ് യോഹന്നാൻ 3:16 എന്നാണ്. യോഹന്നാൻ 3:16 എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കോഡ് ഭാഷയാണ്. അത് പറഞ്ഞാൽ നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഈ ആൾ പറയാണ് യോഹന്നാൻ 3:16. അപ്പോൾ അയാളെ സ്വന്തം സഹോദരിയായിട്ട് അവിടെ സ്വീകരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളെല്ലാം അവർ അറിയും. കാരണം യോഹന്നാൻ 3:16 ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. നമ്മളുടെ ഈ ഇടവകയും ഇതുപോലെ യോഹന്നാൻ 3:16 തീർന്നാൽ ഇവിടുത്തെ ഇടവക ജനങ്ങൾ മുഴുവൻ അതുപോലെ ആയാൽ എന്ത് മനോഹരമായിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹം പങ്കുവയ്ക്കുന്നവരായി തീരുക. ഇതാണ് ജപ്പാനിലെ അതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളും ലേഖനത്തിൽ ഞാൻ വായിച്ചു. ചില കുട്ടികളെയൊക്കെ എങ്ങനെയാണ് ഇത് സ്വാധീനിച്ചതെന്ന്. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മളെ കൂട്ടി വിഴുക്കാൻ ഇന്നിപ്പം വിഭാഗീയത വളരുന്ന സമയമാണ്. മതിലുകൾ പണിതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അവനവൻ്റെ കാര്യങ്ങളിൽ ഒതുങ്ങുന്ന സമയത്താണ് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നമ്മൾ വാതിലുകളായിത്തീരുന്നത്. നമ്മൾ ആ മതിലുകളെ ഒഴിവാക്കി അതിനപ്പുറമായി എല്ലാവരെയും സ്വീകരിക്കുന്നത്.
ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും പണത്തിൻ്റെയും എല്ലാം പേരിൽ മനുഷ്യരെ ഇങ്ങനെ ദൈവമക്കളെ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തുന്നതിൻ്റെ ഇടയിൽ അതിന് വിരുദ്ധമായിട്ട് ഉള്ള ഒരു നിലപാടാണ് യേശുനാഥൻ നമുക്ക് കാണിച്ചു തരുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പം നമ്മൾ ഓർക്കുക, ഈ ലോകം കാണിക്കുന്ന കെട്ടുകാഴ്ചയല്ല യഥാർത്ഥ ജീവിതം. അതൊരു മോഹക്കാഴ്ചയാണ്, മായക്കാഴ്ചയാണ്. DJ പാർട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള തുള്ളലുകളൊന്നും അല്ല ലോകം. യഥാർത്ഥ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നിടത്താണ് നമ്മൾ യേശുവിനെ കണ്ടുമുട്ടുക, യേശുവിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിയുക. അങ്ങനെ എത്രയോ നല്ല മനുഷ്യർ ഇന്നും ഈ ഭൂമുഖത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊക്കെ കുറച്ച് നന്മയെങ്കിലും നമ്മുടെ മനസ്സിലിങ്ങനെ പൊട്ടി വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ ആഴങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക്, നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടണം, നമ്മുടെ സമർപ്പണത്തിൽ ആഴപ്പെടണം, നമ്മുടെ അധ്വാനത്തിൽ, ജോലിയിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കാതെ അധ്വാനിച്ച് പണമുണ്ടാക്കുന്ന ഒരു മൂല്യം അല്ല ഒരു ജീവിത കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഉള്ളതായി തീരുക. അതിന് സഹനങ്ങളുണ്ട്. മാതാവും യൗസേപ്പിതാവും അതായിരുന്നു. സങ്കടങ്ങളിലും വ്യതകളിലും അവർ പരസ്പരം ചേർന്ന് നിന്നു. അങ്ങനെ അവർ ചേർത്ത് പിടിച്ചിടത്താണ് ഉണ്ണി പിറന്നത്, രക്ഷകൻ്റെ അനുഭവമുണ്ടായത്. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ നമ്മളുടെ ഈ കൂട്ടായ്മയുടെ ആഘോഷം അവിടെ 4 പ്രത്യേകം വ്യത്യസ്തമായിട്ടുണ്ട്. കുടുംബത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാറ്റഗിസത്തിൻ്റെയും മറ്റ് സംഘടനകളുടെയും എല്ലാം. അതെല്ലാം ഈ ഒരു സ്നേഹത്തിൻ്റെ അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുകൊണ്ട് ആ ആശംസയോടൊപ്പം തന്നെ എന്നോട് വികാരി അച്ഛനും ഒക്കെ പറഞ്ഞു, ഒരു നാടൻ പാട്ട് പാടി ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞാനൊരു നാടൻ പാട്ടും കൂടെ പാടിക്കൊണ്ട് ഈ ഒരു വലിയ കൂട്ടായ്മയുടെ ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പാട്ട് നിങ്ങൾക്കറിയാവുന്ന പാട്ടൊക്കെ ആയിരിക്കും. എല്ലാവരും ചേർന്ന് പാടണം. കൈ കൊട്ടാം. പാട്ടറിയില്ലാത്തവർ മൂളിയാൽ മതി. പാട്ട് അറിയാവുന്നവർ ചേർന്ന് പാടാം, അല്ലാത്തവർ കൈ തട്ടുക കേട്ടോ. സമ്മതിച്ചില്ലേ? അപ്പം നിങ്ങൾക്ക് ആശംസകൾ ചേർന്നുകൊണ്ടാണിത്. കൈതോല പായ വിരിച്ചു എന്നുള്ള പാട്ട് കേട്ടിട്ടുള്ളവരുണ്ടാകും. കൈതോല പായ വിരിച്ച് പായലൊരു മറ നെല്ലുമളന്ന് കാതുകുത്താനിപ്പ വരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ, കാതുകുത്താനിപ്പ വരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ. ആ ഏ ഓ എല്ലാവരും ചേർന്ന് ആ ഏ ഓ. കുന്നത്തെ ഷാപ്പിൽ കയറി കുന്നത്തെ ഷാപ്പിൽ കയറി പള്ള നിറച്ചെങ്കള്ളു കുടിച്ച് ആടി ആടി ഇപ്പ വരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ, ആടി ആടി ഇപ്പ വരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ. ആ ഓ ആ ഓ എല്ലാവരും ചേർന്ന് പാടും. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലുമളന്ന് കാതുകുത്താൻ ഇപ്പ വരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ, കാതുകുത്താൻ ഇപ്പ വരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. കാതുകുത്തി കാതോല തൂക്കി കാതുകുത്തി കാതോല തൂക്കി നീ വരണത് കണ്ട നിന്നെ കാണാൻ എന്തൊരു ചന്തമാണ് എൻ്റെ പൊന്നു ചിരുതക്കുട്ടി,
നിന്നെ കാണാൻ എന്തൊരു ചന്തമാണ് എൻ്റെ പൊന്നു ചിരുതക്കുട്ടി. ആ ഏ ഓ ആ ഏ ഓ. എല്ലാവരോടും ചേർന്ന് പാടിക്കും. കൈതോല പായ വിരിച്ച് രൂപറ നെല്ലും അളന്ന് കാതുകുത്താൻ ഇപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താൻ ഇപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. പണ്ട് ഈ കാതുകുത്തലൊക്കെ വലിയ പേടിയായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. ആ സമയത്ത് അവരുടെ പേടി മാറ്റാൻ പാടുന്ന പാട്ടാണിത് കേട്ടോ. ഇന്നൊക്കെ അത് മെഷീനും കൊണ്ട് പെട്ടെന്ന് തീരുമല്ലോ. അന്നൊക്കെ കാരമുള്ളുകൊണ്ട് ഇങ്ങനെ കുത്തിയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയോർത്തുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ക്ഷണിച്ച ഇവിടുത്തെ വികാരിയച്ഛനും മറ്റ് ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു.